ഹലോ പ്രിയരെ, നമസ്കാരം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സീതേ നീ കരയരുത് എന്ന നോവലിൻ്റെ 10ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. വരത്തൻ ഇവളുടെ ആരാ? അവനല്ലേ അവളുടെ ദൈവം. അവനിങ്ങ് വരട്ടെ, ഇനി കാട്ടിക്കൊടുക്കാം. വാശിയെങ്കിൽ വാശി, മാണി തോൽക്കില്ല. മാണി ഒരു തീരുമാനം എടുത്തു. ഇനി ഒരിക്കലും ആ വരത്തൻ ഈ നാട്ടിൽ കാലുകുത്തരുത്. തൻ്റെ പെങ്ങളാണെങ്കിലും അവളും വരണ്ട. അവളുടെ മുഖം പോലും തനിക്ക് കാണണ്ട. കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചതാണ് അവളെ, സ്നേഹിച്ചതാണ് അവളെ. അവസാനം അവളെ നെഞ്ചിൽ തന്നെ കത്തിയിറക്കി. മുറിവേറ്റാലെന്നതുപോലെ മാണിക്ക് വേദന തോന്നി. അവൻ മുഖം കുനിച്ച് അവിടെ നിന്നിറങ്ങി. ആ പോക്ക് കണ്ടപ്പോൾ സ്വന്തം ഹൃദയം കത്തിക്കാളുന്നത് പോലെ പൊന്നുവിന് തോന്നി. അവൾ തളർന്ന് താഴെ ഇരുന്നതപ്പോഴാണ്. തളർന്നിരുന്ന തങ്കയെ അവൻ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എനിക്കറിയണ്ട, അവൻ പറഞ്ഞു. അവൾ പോയതാണ്, പുകഞ്ഞ കൊള്ളിപ്പുറത്ത്. ആ കല്യാണിയോടും ചെറുക്കണിയോടും ഇനി എന്നാ പറയൂടാ? തങ്കയ്ക്ക് സഹിക്കാനാവാതെ വീണ്ടും കരഞ്ഞു. ഓമനിച്ച് വളർത്തിയതാണ് അവളെ. അപ്പുറത്തും ഇപ്പുറത്തുള്ള അമ്മമാരെ പോലെയല്ല. അവളെ നുള്ളി നോവിച്ചിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല. തൻ്റെ മക്കളെ രണ്ടുപേരെയും പൊന്നുപോലെയാണ് വളർത്തിയത്. എന്നിട്ടും ഇങ്ങനെ ചെയ്തല്ലോ. തങ്ക തേങ്ങിക്കരഞ്ഞു, നെഞ്ചത്തലച്ചു. ആ പെങ്കൊച്ച് എത്ര പാവമായിരുന്നു. ആൾക്കാർ മൂക്കത്ത് വിരൽ വെച്ചു. ഇത്ര ഭയങ്കരയാണെന്ന് ഓർത്തില്ല. ആ പാവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവളുമാരും ഇത്ര പണി കാണിക്കുന്നത്. മറ്റു കളങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് അതൊരു വാർത്തയായി. ചിന്നമ്മയും മറ്റും നേതൃത്വം കൊടുത്തു. എന്നാലും എവളെ കൊള്ളാമല്ലോ. ഈ പെൺപിള്ളേരെ ഒന്നിനും വിശ്വസിക്കരുത്. എവളുമാരൊക്കെ ഒരു വകയാണ്. എന്നാലും സീത ചെയ്തല്ലോ, കഷ്ടം. ചന്ദ്രനുമായി സംബന്ധം നിശ്ചയിച്ചിരിക്കുന്നല്ലേ. അവൾക്ക് അവനെ പിടിച്ചില്ലായിരിക്കും. അവനേക്കാൾ ഇത്തിരിയുടെ മോറ് വെളുത്തവനെ കണ്ടപ്പോൾ അവനാ മതി. കല്യാണിക്കും ചെറുക്കനും വലിയ നാണക്കേടായിപ്പോയി. ആളുകൾ അങ്ങനെ ഓരോന്നും പറയുന്നു. മാണിയും അതുതന്നെയാണ് ആലോചിച്ചത്, ചന്ദ്രനെക്കുറിച്ച്. അവനോടെന്ത് പറയും? അവൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? നിന്റെ കൂടെ മാത്രമേ എൻ്റെ പെങ്ങളെ ഞാൻ അയക്കൂ എന്ന് 1000 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടിപ്പോൾ ഇന്നലെ വിവാഹ തീയതി നിശ്ചയിച്ചിരിക്കുവാനിരുന്നതാണ്. നിശ്ചയിച്ച് പോകുമായിരുന്നു. പക്ഷെ ചന്ദ്രൻ വന്നില്ല. ഇന്നലെ അവൻ എവിടെ പോയിരുന്നു? ഒന്നും പറയാതെ താനിതാ വരുന്നുവെന്ന് പറഞ്ഞ് സീതയ്ക്ക് വേണ്ടി വാങ്ങിയ ബ്ലൗസിൻ്റെ തുണിയുമായി പോയതാണ്. താനും അപ്പോഴേ യാത്ര പറഞ്ഞിരുന്നു. പിന്നെ അവൻ എവിടെ പോയി? അതാണ് മനസ്സിലാകാത്തത്. അവനെ ഒന്ന് കണ്ടുപിടിക്കണം. അവനോട് ക്ഷമ ചോദിക്കണം. അവന് നേരിട്ട അപമാനത്തിന് മാപ്പ് പറയണം. ഓർത്തപ്പോൾ വേദന തോന്നി. മറ്റൊരുവൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുക, തൻ്റെ പെങ്ങളൊരുത്തി കാരണം. വേണ്ട, അവൾ ഇനി ഇവിടെ വരണ്ട. വന്നാൽ താൻ കൊല്ലും, രണ്ടിനെയും കൊല്ലും. ഒരുത്തൻ വിളിച്ചുകൊണ്ടിരുന്നിരിക്കുന്നു, ഒരു വരത്തനെ. ഇവിടെയുള്ളവർ പോരാഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യം. എല്ലാത്തിനും കാരണം ബേബിച്ച മുതലാളിയാണെന്ന് മാണിക്ക് തോന്നി. 2 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. അന്യനെ എന്നല്ല, അന്യ നാട്ടിൽ നിന്ന് ഒരുത്തനെയും ഇനി ഇവിടെ പണിക്ക് വരുത്തരുത്, എത്ര കേമനാണെങ്കിലും. അതല്ല, തൻ്റെ വാക്ക് മുതലാളി കേൾക്കാനല്ല ഭാവമെങ്കിൽ താനും ചന്ദ്രനും ഉൾപ്പെടെ എല്ലാ പണിക്കാരും പണിമുടക്കും. രാജച്ചൻ മുതലാളി എത്ര പ്രാവശ്യമായി അയാളുടെ കളത്തിലേക്ക് ക്ഷണിക്കുന്നു. വരട്ടെ, കാട്ടിക്കൊടുക്കാം. വാശിയോടെ മാണി ഇറങ്ങി നടന്നു. ബേബിച്ചൻ മുതലാളിയുടെ ബംഗ്ലാവാണ് ലക്ഷ്യം. പക്ഷേ കവലയിലെത്തിയപ്പോൾ നേരെ മുമ്പിൽ രഘു. മാണിയുടെ കണ്ണുകൾ ആളിക്കത്തി. ഒരു ശവം പോലെ വിളക്കുകാലിൽ ചാരി നിൽക്കുകയാണ് രഘു. പക്ഷേ മാണി സ്വയം കത്തിപ്പടരുകയാണ്. അവളെ ഒളിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ വന്ന് കവലയിൽ നിൽക്കുന്നു. എടാ ചെറ്റെ! മാണി ഒന്ന് കുതിച്ചു. രഘുവിനെ കടന്നു പിടിച്ചു. എടാ! അവൻ അലറി. എവിടാ എൻ്റെ പെങ്ങളെ? പറയടാ കഴിവേറി! മാണി രഘുവിനെ ആഞ്ഞടിച്ചു. വീണ്ടും വീണ്ടും എതിർക്കാൻ പോയിട്ടൊന്ന് മിണ്ടാൻ പോലും ശക്തി നഷ്ടപ്പെട്ട് തളർന്നു നിൽക്കുകയാണ് രഘു. അവൻ കുഴഞ്ഞ് താഴെ വീണു. ആളുകൾ ഓടിക്കൂടി. കുഴഞ്ഞ് താഴെ വീണ് കിടക്കുന്ന ആ ചെറുപ്പക്കാരെ തികട്ടി വരുന്ന വീറോടെ വീണ്ടും വീണ്ടും തൊഴിക്കുകയാണ് മാണി. അധ്യായം 26. മാണി അടങ്ങിയിരുന്നില്ല. അയാൾ ആരൊക്കെയോ പറഞ്ഞതിനനുസരിച്ച് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. ഉച്ച കഴിഞ്ഞപ്പോൾ കളത്തിലെ ഷെഡിന് മുൻപിൽ പോലീസ് ജീപ്പ് പാഞ്ഞു വന്നു നിന്നു. കേരള വണ്ടിയിലോട്ട്, കള്ളറാസ്കൽ! നിനക്ക് ചൊവ്വുള്ള പെൺപിള്ളേരെ കണ്ട പ്രേമിക്കണം, അല്ലടാ മോനെ. രഘുവിനെ പൊക്കിയെടുത്ത് കോൺസ്റ്റബിൾ ജീപ്പിലേക്ക് ഇട്ടു. തല ശക്തിയായി ജീപ്പിൻ്റെ പടിയിലടിച്ചു. അമ്മയെന്ന് അവൻ അറിയാതെ നിലവിളിച്ചു. അവൻ്റെ കൂട്ടുപണിക്കാരും അമ്പരന്നുപോയി. എന്ത്? സീതയെ കൊണ്ടുപോയത് രഘുവാണെന്നോ? അവർ ഒളിച്ചോടിയെന്നോ? അവളെ ഒളിപ്പിച്ചിട്ട് അവൻ വന്നുവെന്നോ? ആർക്കും ആ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രഘു അവളോട് മിണ്ടുന്നത് കണ്ടിട്ടുണ്ട്. അവളും വല്ലതും തിരിച്ചു വേണ്ടിയെന്നിരിക്കും.
പക്ഷെ അവൾ ചന്ദ്രനുള്ള പെണ്ണല്ലേ. ആളുകൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്റ്റേഷനിൽ നിന്നും ജീപ്പ് നിന്നു. അവനെ അവർ വലിച്ചിറങ്ങി. മാണി കൊടുത്ത 50 രൂപയുടെ വീറുകാട്ടാൻ കാത്തു നിൽക്കുന്നവർ. നീലി സിനിമാ സ്റ്റൈലിലെ പെണ്ണുമോഷണം അല്ലടാ. അവൻ്റെ കവിൾത്തടങ്ങളിൽ തകരും വിധം ഇരുമ്പ് തണ്ട് പോലുള്ള കരങ്ങൾ മാറി മാറി വീണു. പറയടാ, അവളവിടെ? എനിക്കറിയത്തില്ല സാറേ, എനിക്കറിയത്തില്ല. ഓരോ അടി കൊള്ളുമ്പോഴും രഘു ഞരങ്ങിക്കൊണ്ടിരുന്നു. ബൂട്ട്സ് ഇട്ട കാലുകൾ അവൻ്റെ പുറത്തും വയറ്റത്തും പാടുകൾ സൃഷ്ടിച്ചു. അവൻ്റെ ബോധം പതിയെ മറയുകയായിരുന്നു. കണ്ണുകളിൽ ഇരുട്ട്, തലച്ചോറിൽ മിന്നൽ പിണരുകൾ. താഴഴുക്കി തളർന്നു വീണുകൊണ്ടിരുന്നു. കടവായിലെ രക്തമൊഴുകി. കഴിവേറി മോനെ ആ മൂലയിലോട്ട് തട്ടിയിട്. കല്ല് പിളർക്കുന്ന കൽപ്പന. ദുർഗന്ധം വമിക്കുന്ന മൂലയിൽ ബോധമറ്റ് രഘു ചുരുണ്ടുകൂടി കിടന്നു. സ്റ്റേഷൻ മുറ്റത്ത് രഘുവിൻ്റെ കളത്തിൽ അവനോടൊപ്പം താമസിച്ചിരുന്ന എല്ലാവരും എത്തി. ഒപ്പൻ ബോബിച്ച മുതലാളിയും. മുതലാളി ഇൻസ്പെക്ടറെ കണ്ടു, സംസാരിച്ചു. രഘുവിൻ്റെ കൂട്ടുപണിക്കാരെ ഇൻസ്പെക്ടർ അകത്തേക്ക് വിളിച്ച് ചോദ്യം ചെയ്തു. സാറേ, ഇന്നലെ ചൂളക്കകത്ത് മുട്ടിയുന്തി വെക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ. ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. വെളുക്കോണം രഘു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, കുഞ്ഞാപ്പ് പറഞ്ഞു. ഇടയ്ക്ക് ഇത്തിരി നേരം അവൻ ഉറങ്ങാൻ ഷെഡിലേക്ക് പോയി. ബാക്കി മുഴുവൻ സമയവും അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു സാറേ. ഇടയ്ക്ക് ഉറങ്ങാനെന്ന വേദനെ രഘു പുറത്തേക്കിറങ്ങി പോയതോ, സീതയെ കാത്തു നിന്നതോ, ദാമോദരനൊത്ത് തിരികെ പോകുന്നതോ, തോട്ടത്തിലൂടെ കടന്ന് പഴയതുപോലെ തന്നെ അവരുടെ ഒപ്പം മുട്ടിയുന്താൻ ഇരുന്നതോ ഒന്നും കള്ളിൻ്റെ ലഹരിയിൽ അവർ ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. ആകെ തളർന്ന ശരീരവുമായാണ് അവൻ തങ്ങളോടൊപ്പം ഇരിക്കുന്നതെന്ന് അവരറിഞ്ഞിരുന്നില്ല. രഘുവിന് വേണ്ടി മുതലാളി ജാമ്യം നൽകി. മൂലയിൽ ചുരുണ്ടുകൂടി കിടന്ന രഘു പുറത്തേക്ക് ആനയിക്കപ്പെട്ടു. അടികൊണ്ട് തടിച്ചു വീർത്ത ചുണ്ടുകളും ചുവന്ന് തിണർത്ത കവിൾത്തടങ്ങളും. നിവർന്നു നിൽക്കുമ്പോൾ പുറത്തും അടിവയറ്റിലും മിന്നൽ പിണരുകൾ. അവൻ്റെ മിഴികൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു, തുളുമ്പി ഒഴുകുന്നു. കാറിനടുത്ത് വന്നിരുന്ന ദാമോദരൻ അവനെ കണ്ടു. പാവം. സഹതാപത്തോടെ ദാമോദരൻ അവനെ നോക്കി. കാറിനുള്ളിൽ കടന്നിരിക്കാൻ അയാൾ സഹായിച്ചു. മുൻസീറ്റിൽ മുതലാളി തിരിഞ്ഞ് അവനെ നോക്കി പറഞ്ഞു, ഇന്നലെ പാതിരാത്രിയായപ്പോഴാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതെന്നും ആ പെങ്കൊച്ച് ഇറങ്ങി വന്നില്ലെന്നൊക്കെ ദാമോദരൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ വന്നത്. ഞാൻ കരുതി നിങ്ങൾ ആലുവയിൽ എത്തിക്കാണോന്നല്ലേ. അപ്പോൾ പിന്നെ ആ പെണ്ണ് എവിടെ പോയി? തന്നെയും മാണിയെയും വിഷമിപ്പിക്കാതിരിക്കാൻ വല്ലയിടത്തും പോയി ചത്തോവോ? രഘു ഞെട്ടിപ്പോയി. ചത്തോവോ? എത്ര ലാഘവത്തോടെ പറയുന്നു മുതലാളിക്ക്. ഇല്ല, അവൾക്കതിന് കഴിയില്ല. ഈശ്വര, അങ്ങനെ സംഭവിക്കരുതേ. തനിക്ക് ലഭിച്ചില്ലെങ്കിലും വേണ്ടില്ല, അവൾ ജീവിച്ചിരുന്നാൽ മാത്രം മതി. അവൾ എവിടെയെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ശരീരത്തിനേറ്റ മുറിവുകളും ക്ഷതങ്ങളും അവനെ തെല്ലും അലട്ടുന്നില്ല. അതവൻ്റെ പ്രശ്നമേ അല്ല. അവൻ്റെ നെഞ്ചിൽ ഒരേ ഒരു ചോദ്യം മാത്രം കെട്ടിനിന്നു. സീത, നീ എവിടെ? നീ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? പറയൂ, ഞാനും വരാം. ഏത് ഗുഹാന്തർഭാഗത്താണെങ്കിലും ഈ രഘു വരും. രഘു നാട്ടിൽ പോകുന്നു. മുതലാളിയുടെ സ്വരം അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിവിട്ടു. വേണ്ട, അവൻ്റെ ക്ഷീണസ്വരം. ഷെഡിന് മുൻപിൽ അവനെ മുതലാളി ഇറക്കി വിട്ടു. നടക്കാൻ പോലും കഴിയാതെ അവൻ ഇറങ്ങി പതിയെ വന്നപ്പോൾ കൂട്ടുപണിക്കാരുടെ ഉള്ളം പിടഞ്ഞു. അവർ അവനെ താങ്ങി ഷെഡിനുള്ളിൽ കിടത്തി. വെള്ളം തിളപ്പിച്ച് ചൂട് വെച്ച് മണൽ ചൂടാക്കി കിഴികുത്തി കടുങ്കാപ്പി തയ്യാറാക്കി ചൂടോടെ വായിലൊഴിച്ചു കൊടുത്തു. ശരീരം മുഴുവൻ തടവി കുഴമ്പ് പുരട്ടി. രഘുവിനോടൊപ്പം സീതയിലെന്നറിഞ്ഞപ്പോൾ മാണി ആകെ നടുങ്ങി. അവൻ വിയർത്തു, പരവശനായി. അവൻ താഴെ ഇരുന്നു പോയി. തങ്ക വീണ്ടും ആർത്തലച്ചു. എന്ത്? രഘുവിൻ്റെ ഒപ്പം സീതയില്ലെന്നോ? അവൾ ഇറങ്ങിച്ചില്ലുന്നില്ല. പൊന്നു നടുങ്ങിപ്പോയി. അവളുടെ ശ്വാസഗതി നിലച്ചതുപോലെ. ഉടുതുണി അഴിച്ചിട്ട് ഉടുത്തൊരുങ്ങിയിറങ്ങി അവൾ പിന്നെ എവിടെ പോയി? കുഞ്ഞമ്മയും ആകെ വേർത്തു. പിന്നെ സീത എവിടെ? കുഞ്ഞമ്മയ്ക്കാണ് ഓർമ്മ ആദ്യം ഉണ്ടായിരുന്നത്. ആ കശ്മലന്മാർ, ജീപ്പുകാർ രണ്ടിനെയും തൂത്തുവാരുമെന്ന് വീറോടെ പറഞ്ഞതാണ് അവർ ഈ സീതയെ. ഈശ്വര! പൊന്നും ഒപ്പം കുഞ്ഞമ്മയും നെഞ്ചിൽ കൈവച്ചു. ഈശ്വര, അവരാണ്. പൊന്നു ഇറങ്ങിയോടി. തന്നെ തള്ളിയതോ തള്ളിപ്പറഞ്ഞതോ വകവയ്ക്കാതെ പൊന്നു മാണിയുടെ കുടിലെത്തി. മാണി ഓലമറയിൽ ചാരിയിരിക്കുകയാണ്. മാണിച്ചേട്ടാ, ആ ജീപ്പുകാർ കുതിപ്പോടെ പൊന്നു തുടർന്നു. അവരായിരിക്കും നമ്മുടെ സീത. അവൻ തുറിച്ചു നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ പൊന്നുവിൻ്റെ നാവിൻ്റെ ചലനം നിലച്ചു. ഭയത്തോടെ അവൾ പതിയെ മന്ത്രിച്ചു, എനിക്കതിൻ്റെ നമ്പർ അറിയാൻ മാണിച്ചേട്ടാ. മാണിയുടെ തുറിച്ചു നോട്ടത്തെ വകവയ്ക്കാതെ പൊന്നു ആ നമ്പർ പറഞ്ഞു കൊടുത്തു. മാണിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടായിരുന്നില്ല. മരവിച്ച ശരീരവും മരിച്ച ചേതനയുമായി അവൻ പതിയെ മുൻപോട്ട് നീങ്ങി. ആ വാർത്ത നിമിഷം കൊണ്ട് കാട്ടുതീയായി പടർന്നു പിടിച്ചു. സീതയെ ജീപ്പുകാർ തട്ടിക്കൊണ്ടുപോയി. പകൽ കൊണ്ടുപോകാൻ ശ്രമിച്ചതല്ലേ. രാത്രിയിൽ പതിയിരുന്നവർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. എന്നാൽ ഇനി വല്ല റോഡിലോ
പുഴയിലോ ശവം നോക്കി കണ്ടാൽ മതി. ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് രൂപീകരിക്കുകയാണ്. വല്ല കാട്ടിലോകാനും മതി. കഷ്ടം, നല്ലൊരു പെങ്കൊച്ച്. ഇനി ജീവിച്ചിരുന്നാലും കാര്യമില്ല. തിരിച്ചു വന്നാലും ആരാ കൊണ്ടുപോകുന്നത്? കണ്ടോരും കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് വന്നാൽ ഈ രഘു പോലും കയ്യേൽക്കത്തില്ല. പിന്നെ ഓരോന്നിൻ്റെ ഓരോ വിധി. അവള് ആളിത്തിരി വിളഞ്ഞ വിത്ത് തന്നെ. അതായി അനുഭവം. എന്തെല്ലാം അഭിപ്രായങ്ങൾ! തനതായി അവരവരുടെ യുക്തിക്കനുസരിച്ച് തന്നെയായിരുന്നു കെട്ടിച്ചമച്ചെടുക്കുന്ന വാദങ്ങളും പ്രസ്താവനകളും. നല്ലവരെ ചീത്തയായി ചിത്രീകരിക്കുവാൻ ഒരു നിമിഷം മതി ഈ നാട്ടുകാർക്ക്. പൊടിപ്പന്തയെങ്കിലും ചേർത്ത വാർത്ത നിമിഷത്തിനുള്ളിൽ പ്രചരിക്കും. എന്നാൽ ചീത്തയായിരുന്ന ഒരു മനുഷ്യൻ നല്ലവനായാലോ വർഷങ്ങൾ തന്നെ കഴിഞ്ഞാലും ഒരുപക്ഷെ ആ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ വേണ്ടപ്പെട്ടവർ പോലും അറിഞ്ഞില്ലെന്ന് വരും. അതാണ് ഈ നാട്. അങ്ങനെയാണ് നാട്ടുകാർ. മാണി നേരെ പോയത് മുതലാളിയുടെ ബംഗ്ലാവിലേക്കായിരുന്നു. കലങ്ങിയ കണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ മാണി എല്ലാ വിവരങ്ങളും പറഞ്ഞു. പൊന്നു പറഞ്ഞ നമ്പറും അയാൾ പറഞ്ഞു. മുതലാളി, അവളെ അവർ കൊല്ലും. മാണി തേങ്ങിപ്പോയി. കാലന്മാർ അവളെ കടിച്ചു കീറും. മാണി സ്വയം തലക്കടിച്ചു. എടാ, പെൺപിള്ളേർ പ്രായമായാലേ കുറേയൊക്കെ അവരുടെ ഇഷ്ടവും നോക്കണം. അവൾക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പറഞ്ഞേക്കാൻ മേലായിരുന്നു നിനക്ക്? മുതലാളി മാണിയെ കുറ്റപ്പെടുത്തി ശാസിച്ചു. അന്നേരം നിന്റെ വാശി അയക്കണം. എന്നിട്ടിപ്പോൾ എന്തിനാ ചങ്കത്തരയ്ക്കണം? മുതലാളി, ഇത് ജീപ്പുകാരൻ. ആ ജീപ്പുകാരാണെന്നുള്ളതിന് തെളിവുണ്ടോ? മുതലാളി ചോദിച്ചു. മാണി ഒന്ന് നടുങ്ങി. അവരാണെന്നുള്ളതിന് തെളിവുണ്ടോ? ഇല്ല, ഒരു തെളിവുമില്ല. ഊഹാപോഹമാണ്. രഘുവിൻ്റെ കൂടെ പോകാൻ അവൾ വഴിയിലിറങ്ങി കാണാം. അപ്പോൾ അതിലെ കടന്നുപോയത് ജീപ്പോ കാറോ എന്തായാലും അതിലിരിക്കുന്നവർ മനുഷ്യരാണെങ്കിൽ കാർ നിർത്തും, അവളെ പൊക്കിയെടുക്കും. അതാ ഞാൻ പറഞ്ഞത്. രാത്രിയിൽ അവൾ വെളിയിലിറങ്ങാൻ കാരണക്കാരൻ നീയാണെന്ന്. മാണി അത് മനസ്സിലാക്കുന്നു. രഘുവിനോടുള്ള ദേഷ്യം ഒന്ന് മാത്രമായിരുന്നു ആ വാശിയുടെ പിന്നിൽ. എന്തിനവനോട് വാശി വെച്ചു? മുതലാളിക്ക് മുമ്പിൽ തനിക്കുണ്ടായിരുന്ന ഒന്നാം സ്ഥാനം അവൻ തട്ടിയെടുത്തു. രഘു തട്ടിയെടുത്തതോ അതോ മുതലാളി മനഃപൂർവ്വം അവനെ നൽകിയതോ? രണ്ടായാലും രഘു കാരണക്കാരനാണ്. ആ വൈരാഗ്യം പകയായിട്ട് ഉള്ളിൽ സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവനെ തൻ്റെ അളിയനാക്കില്ല എന്ന് തീർച്ചപ്പെടുത്തി. പൊന്നു പലതവണ സൂചിപ്പിച്ചു, ഭഗവത്സില്ല. മുതലാളി പറഞ്ഞത് ശരിയാണ്. തൻ്റെ വാശി ജയിച്ചപ്പോൾ തനിക്ക് നഷ്ടമായത് തൻ്റെ ഒരേ ഒരു സഹോദരിയാണ്. കുറ്റബോധ ഉള്ളിൽ കുത്തി നിറച്ച വേദനയോടെ മാണി പതിയെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. വെറുതെ താൻ രഘുവിനെ തല്ലി, പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ചു. വേണ്ടിയിരുന്നില്ല. കഷ്ടം. മാണി പോയി തെല്ല് സമയം കഴിഞ്ഞപ്പോൾ വേച്ചു രഘു എത്തി. മുതലാളി വരാന്തയിൽ തന്നെയുണ്ട്. മുതലാളി, എൻ്റെ സീതയെ രക്ഷിക്കണം. മുതലാളി, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ മേല. രഘു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പിപ്പൊട്ടി. രഘു, ശാന്തനായി ബേബിച്ച മുതലാളി വിളിച്ചു. കുറച്ചുപേർ ഒന്നിച്ചുകൂടി ഗൂഢമായി ആലോചിച്ചൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് അവളെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? മുതലാളി അവനെ തറച്ചു നോക്കി. രഘു വിളറി. അവൻ്റെ മുഖം തെല്ലി കുനിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി അവൾ എന്തിനു തിരിച്ചു വരണം? മുതലാളി ചോദിച്ചു. മുതലാളി, രഘു കുറച്ചുറക്കെ വിളിച്ചു. എടോ, കുറേ കശ്മലന്മാർ കടിച്ചു കീറി അവളെ നീ ഇനി സ്വീകരിക്കൂടാ. മുതലാളി രഘുവിൻ്റെ മുൻപിൽ ക്രൂരമായ ഒരു സത്യം തുറന്നു വെച്ചു. രഘു നടുങ്ങിപ്പോയി. അതവൻ വെക്കി. അവളില്ലാതെ ജീവിക്കാനാവില്ലെന്ന് നീ പറഞ്ഞു. ഇപ്പോൾ എന്ത് തോന്നുന്നു? പക്ഷേ മുതലാളി, എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. രഘുവിൻ്റെ ഉൾത്തരം വിങ്ങിപ്പൊട്ടുകയാണ്. ഒന്ന് കാണാൻ വേണ്ടി മാത്രം. ശരി, നോക്കട്ടെ, ശ്രമിക്കാം, മുതലാളി തറപ്പിച്ചു പറഞ്ഞു. രഘുവിന് ആശ്വാസമായി. അവൻ തിരികെ വേച്ച് നടന്നു. അധ്യായം 27. നക്ഷത്രരഹിതമായ മാനം. ആകാശച്ചെരുവിലെവിടെയോ ചന്ദ്രക്കലയുടെ നേരിയ അംശമുണ്ട്. ഇരുട്ടാണ്. തൊട്ടു ചേർന്നൊരാൾ നിന്നാൽ പോലും മറയാത്തത്ര ഇരുട്ട്. രാത്രി പുള്ളുകളും ചീവീടുകളും മാത്രം നിലയ്ക്കുന്ന കരയുന്ന വയലിലെ തോടരികിൽ നിരന്തരമായ തവളകളുടെ കരച്ചിൽ. ഒന്നും അറിയുന്നില്ല രഘു. ഈ പ്രപഞ്ചം മുഴുവൻ നിദ്രയെ പ്രാപിച്ചിട്ടും അവൻ്റെ അടുത്തേക്ക് മാത്രം നിദ്രാദേവി എത്തുന്നില്ല. പുറത്ത് അടുക്കി വെച്ചിരുന്ന കട്ടകളിൽ ചാരി, താഴെ മണ്ണിൽ ചാരി ഇരിക്കുകയാണ് അവൻ. പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു. കൂട്ടുപണിക്കാർ എത്ര ശ്രമിച്ചിട്ടും അവൻ എണീക്കുകയോ ഉറങ്ങാൻ കിടക്കുകയോ ചെയ്തില്ല. ഒരേ ഒരു ഇരിപ്പ്. ബീഡിയും പുകച്ചകത്ത് ചെന്ന കള്ളിൻ്റെ ലഹരി ഇറങ്ങുന്നിടം വരെ സീതയെക്കുറിച്ച്, അവളുടെ തിരോധാനത്തെക്കുറിച്ചും പരസ്പരം പറഞ്ഞും അവർ അവന് ചുറ്റുകൂടിയിരുന്നു. അല്പം മുമ്പ് വരെയും. പിന്നെ കോട്ടുവായിടാൻ തുടങ്ങി. പോയി അകത്ത് കടന്നു. ചേട്ടാ, എന്തിനിവിടെ കാവലിരിക്കുന്നു? ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ചെയ്യുന്നെങ്കിൽ എൻ്റെ സീത എവിടെ പോയി എന്നറിഞ്ഞിട്ടേ ഉള്ളൂ, രഘു പറഞ്ഞു.
ആ ഉറപ്പിന്മേൽ അവരിൽ 1-2 പേർ ഷെഡിലേക്ക് കടന്നു. 2-3 പേർ അപ്പോഴും അവൻ്റെ അടുത്ത് തറയിൽ തന്നെ മുണ്ട് വിരിച്ച് കൂർക്കം വലിച്ചുറങ്ങുന്നു. അവരുടെ കൂർക്കം വലിയുടെ ശബ്ദം പോലും രഘു കേൾക്കുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട പാപം, ശവം പോലെയുള്ള മരവിപ്പെരിപ്പ്. സീതേ, എൻ്റെ പെണ്ണെ, നീ എവിടെ? വരൂ, എൻ്റെ അരികിലേക്കൊന്ന് ഓടി വരൂ, ഒന്ന് കാണാൻ മാത്രം, ഒരിക്കൽ മാത്രം. രഘു തേങ്ങിപ്പോയി. അവന് മുൻപിൽ കത്തിയിരിക്കുന്ന ചൂള അപ്പോഴും അങ്ങനെ നിന്നു. കനൽ കട്ടകളായി ജ്വലിക്കുന്ന ഇഷ്ടികകൾ, വേവുന്ന മണ്ണ്. ആ ചൂള എരിയുന്നത് തൻ്റെ മനസ്സിലാണോ? വെന്തുരുകി കനലായി ജ്വലിക്കുന്ന ആ ചുടുകട്ടകളിലൊന്ന് താനാണോ? 1,00,000 കട്ടകൾ ഒന്നായി അടുക്കിച്ചുടുവാനുള്ള ആ തീ മുഴുവനും അവൻ്റെ ഉള്ളിലിരുന്ന് കത്തിയിരിക്കുകയാണ്. അസഹ്യമായ ചൂട്. നീറ്റിൽ രഘു പിടഞ്ഞു, പൊളഞ്ഞു, ഞെളിപിരി കൊണ്ടു. സീതേ പുഞ്ചിരിയോടെ കള്ളനോട്ടത്തോടെ അവൾക്ക് മുൻപിൽ നിൽക്കുന്നു. എൻ്റെ സീതേ. രഘുവിൻ്റെ ഹൃദയം ഉറക്കെ ഉറക്കെ വിലപിച്ചു. അതേ വികാരത്തോടെ, അതേ ദുഃഖത്തോടെ കരയുകയായിരുന്നു മാണിയും. പ്രിയപ്പെട്ട കുഞ്ഞുപെങ്ങൾ, ഒരേ ഒരു കൂടപ്പുറപ്പ്. അവളെവിടെ? അവളുടെ പൊട്ടിച്ചിരികൾ നിറഞ്ഞു നിന്നിരുന്ന കുടിൽ ഇന്നീ കുടിലിൽ തങ്ങി നിൽക്കുന്നത് അവളുടെ തപ്ത നിശ്വാസങ്ങളാണോ? തറയിൽ ചടഞ്ഞിരുന്ന് ചെറ്റമുറിയിൽ ചാരി വിങ്ങുകയായിരുന്നു മണി. അവൻ്റെ മുമ്പിൽ അപ്പോഴും ശരിയായി ബോധം വീണ്ടു കിട്ടാതെ കിടക്കുന്ന തങ്കയെ തലോടിക്കൊണ്ട് തറയിൽ തന്നെ തടഞ്ഞിരിക്കുന്ന പൊന്നു. പ്രേതം പോലെ വിളറി വെളുത്ത് മരവിച്ച ശരീരം. സമാധാനിപ്പിക്കുവാൻ പോയിട്ട് ശബ്ദിക്കുവാൻ പോലും ആവാതെ പിടച്ചിലോടെ അവൾ ഇരിക്കുകയാണ്. രാത്രി വളരെയേറെയായി. യാമങ്ങൾ ഒന്നൊന്നായി കൊഴിയുന്നു. പൊന്നു തൻ്റെ വീട്ടിലേക്ക് പോയില്ല. വല്ലാത്തൊരു ഭീതി അവളെ ഗ്രസിച്ചിരിക്കുന്നു. ആ അമ്മയെയും മകനെയും ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ അവൾക്കെന്തോ ഒരു മടി, അല്ല ഭയം. അവളെ മാണി എത്ര തന്നെ ഉപദ്രവിച്ചിട്ടും അവൾക്ക് തെല്ലും പരിഭവമില്ല. കാരണം തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവൾക്കറിയാം. അല്ലെങ്കിൽ തന്നെ മാണിയോട് താൻ ചെയ്ത് ചതിക്കി അയാൾ എത്ര തല്ലിയാലും അതൊരു ശിക്ഷയേ ഇല്ലെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. രാവിൻ്റെ അന്ത്യയാമത്തിൽ ചാരിയിരുന്ന പടി സ്വയം അറിയാതെ മാണിയൊന്ന് മയങ്ങി. പൊന്നു അപ്പോഴും തങ്കയെ തലോടിക്കൊണ്ട് അരികിലിരിക്കുന്നു. അവളുടെ തേങ്ങുന്ന മനസ്സ് അപ്പോഴും അന്വേഷിച്ചു. സീതേ, നീ എവിടെയാണ്? പറയൂ, നീ എവിടെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരി? നിനക്കെന്ത് പറ്റി? പിറ്റേന്ന് ഗ്രാമത്തിൽ ആ വാർത്ത പറഞ്ഞു. പൊന്നു പറഞ്ഞ നമ്പർ ഉപയോഗിച്ച് ആ ജീപ്പ് കണ്ടുപിടിച്ചു. ഡ്രൈവറെ തൂക്കിയെടുത്ത് സ്റ്റേഷനിലെത്തി. ബേബിച്ചൻ മുതലാളി താൻ ഏറ്റ കാര്യം സാധിക്കുകയായിരുന്നു. കുറേ രൂപ അദ്ദേഹം സബ് ഇൻസ്പെക്ടർ നൽകി. തൻ്റെ കളത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്, അതാണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം. ഗ്രാമം ഒന്നടക്കം സ്റ്റേഷനിലേക്ക് പാഞ്ഞു. സ്റ്റേഷൻ വളപ്പിനുള്ളിൽ പോലീസിന് നിയന്ത്രിക്കാനാവാത്ത വിധം ജനം തടിച്ചുകൂടി. എത്ര ശ്രമിച്ചിട്ടും മർദ്ദനമേറ്റിട്ടും ഡ്രൈവർ കുറ്റം നിഷേധിച്ചു. ജീപ്പിൽ കടന്നുപോയി എന്നത് ശരിയാണ്. ജീപ്പ് നിർത്തി കുട്ടികളോട് അനാവശ്യം പറഞ്ഞു എന്നതും ശരിയാണ്. പിടിച്ചുകെട്ടി കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതും സത്യമാണ്. പക്ഷെ കൊണ്ടുപോയില്ല. സീതയെ കൊണ്ടുപോയില്ല. ആരെയും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അവളെ വിടറ. ഡ്രൈവറുടെ അടിവയറ് നോക്കിയ ഒരു പോലീസുകാരൻ കൈമുട്ടുകൊണ്ട് ഒറ്റയടി. പറയടാ കള്ളക്കഴിവറി, വഴിയെ പെമ്പിള്ളേർ പോയാൽ നിന്റെ വണ്ടി അപ്പോൾ നിന്നു പോകും. അല്ലടാ. ഹെഡ് കോൺസ്റ്റബിൾ കേശു നായർ അലറി. ഡ്രൈവറുടെ വായിൽ നിന്നും ചോര ചാടി. അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ പേരുകൾ ശേഖരിച്ചു. ആൾക്കാരെ കണ്ടുപിടിച്ചു. സീതയെ കാണാതായ അന്ന് രാത്രിയിൽ താനും കൂട്ടരും എവിടെയായിരുന്നുവെന്ന് ഡ്രൈവറും ഒപ്പമുള്ളവരും കൃത്യമായി പറഞ്ഞു. പറഞ്ഞത് ശരിയാണെന്ന് തെളിവുകളും നൽകി. തെളിവ് ശരിയാണെന്ന് പോലീസുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും ബോധ്യപ്പെട്ടു. പകൽ അവർ തെമ്മാടിത്തരം കാട്ടാൻ ഒരുമ്പെട്ടു എന്നത് സത്യം. പക്ഷേ സീതയുടെ തിരോധാനത്തിൽ അവർ നിരപരാധികളാണ് തീർത്തും. അപ്പോൾ വീണ്ടും ആ ചോദ്യം മാത്രം അവശേഷിച്ചു. എങ്കിൽ സീത എവിടെ? ആരാണിതിന് പിന്നിൽ? ആ ചോദ്യം മാത്രം ദുരൂഹതയോടെ അവശേഷിച്ചു. അന്നാണ് പൊന്നവും കുഞ്ഞമ്മയും സീതയെ കാണാതായതിനു ശേഷം കട്ടക്കളത്തിലേക്ക് വരുന്നത്. നിറമിഴികളോടെ എരിയുന്ന നെഞ്ചുമായി പൊന്നു നടന്നു. ഓർമ്മകൾ, ഒരുപിടി ഓർമ്മകൾ അവളെ പിടിച്ചുലച്ചു. കളത്തിലേക്കുള്ള യാത്രയിൽ ഒരു കിളിക്കാമ്പട്ടി പോലെ ചിരിച്ച് തകർത്ത് തന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന കൂട്ടുകാരി ഇന്നിവിടെ അവളെ കാത്ത് അക്ഷമയോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ കാത്തിരിക്കുന്നവരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഹതഭാഗ്യനായ ചെറുപ്പക്കാരൻ. എവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? പൊന്നുവിൻ്റെ മനസ്സ് വല്ലാതെ തേങ്ങി. ഷെഡിനു മുമ്പിൽ നഷ്ടസ്വപ്നങ്ങളുടെ ശവക്കൂമ്പാരങ്ങളും പേറി അതാ ഒരു ചെറുപ്പക്കാരൻ. സ്മശാഷുക്കൾ വളർന്ന താടിയും നിറഞ്ഞു തുളുമ്പുന്ന മിഴികളും എരിഞ്ഞു കാണുന്ന ഹൃദയവുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ. അവനെ കണ്ടപ്പോൾ വായാടിയായ കുഞ്ഞമ്മയ്ക്ക് പോലും നാവിൽ ചങ്ങല വീണുപോയി. ഇന്ന് ഞങ്ങൾ പോവും കേട്ടോ കുഞ്ഞമ്മേ. ഇന്ന് ചിരിയോടെ യാത്ര പറഞ്ഞ് തന്നെ പറഞ്ഞയച്ച പാവം ചെറുക്കൻ. ഇനി എന്നാടാ രഘു നിങ്ങൾ വരിക? താൻ ചോദിച്ചതാണ്. അത് ഇനി ഞങ്ങൾ തിരികെ വരുമ്പോൾ
3 പേരാകുമ്പോഴാണ്. കൈകൊണ്ടൊരു കുഞ്ഞ് എന്ന് ആംഗ്യം കാട്ടി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. നാണിച്ച് ചുരുങ്ങി അന്ന് സീത നിന്നു. ആ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരനും. കുഞ്ഞമ്മയുടെ ഉള്ളിൽ വേദന നുരകുത്തി. രഘു, പൊന്നുപതിയെ അവൻ്റെ അടുത്ത് എന്ന് വിളിച്ചു. അവൻ വിളി കേട്ടില്ല, പക്ഷെ തിരിഞ്ഞു നോക്കി. അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ മിഴികളിൽ നിന്ന് തുളുമ്പി ഒഴുകി. അവൻ പാടുപെട്ട് മുഖം തിരിച്ചു. എന്ത് പറയണമെന്ന്, എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പൊന്നുവിനറിയില്ല. എന്തു പറഞ്ഞാലാണ് ഈ മനസ്സ് ശാന്താവും? എങ്ങനെയാണ് ഈ നിറമിഴികൾ തോരാറുക? എന്നാണ് ഈ നെഞ്ചിൻ കൂട്ടിൽ തീയണയുക? വാക്കുകൾ കിട്ടാനില്ലാതെ പൊന്നു പരുങ്ങി. ഒന്നും പറയാനാവാതെ അവൾ വീർപ്പുമുട്ടി. അവൾ തന്നോട് തന്നെ ആവശ്യപ്പെട്ടു, പറയൂ, എന്തെങ്കിലും പറഞ്ഞ് ഈ മനസ്സിനെ ആശ്വസിക്കും. എടാ ചെറുക്ക, കുഞ്ഞമ്മ അവൻ്റെ അരികിൽ താഴെ കുത്തിയിരുന്നു. നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണടാ? ഇത് ചില പെണ്ണുങ്ങളെ പോലെ ആണല്ലടാ. അവൻ്റെ തോളിൽ പിടിച്ചുറച്ച് പതിയെ എണീപ്പിക്കാൻ ശ്രമിച്ചു. അവർ കൂട്ടിച്ചേർത്തു. എണീറ്റൊന്ന് കുളിക്കട ചെറുക്ക. നീ വന്നേ, എണീറ്റേ. കുഞ്ഞമ്മ അവൻ്റെ തോളിൽ പിടിച്ചുവരുത്താൻ തൻ്റെ ശക്തി പ്രയോഗിക്കുകയാണ്. കുഞ്ഞമ്മേ, എൻ്റെ സീത എന്തിയെ? അവരുടെ കൈപിടിച്ച് പെട്ടെന്നെ കണ്ണിൽ ചേർത്തവൻ വിങ്ങിപ്പൊട്ടി. കുഞ്ഞമ്മ വല്ലാതെ വിഷമിച്ചു. അവരുടെ നെഞ്ചു പിടഞ്ഞു. കണ്ണുകളും നിറഞ്ഞു തേങ്ങി. മറ്റു പണിക്കാരെ ചുറ്റും നിറഞ്ഞു. ഒരു രക്ഷയില്ല കുഞ്ഞമ്മേ, അവനേ ഇരിപ്പാണ്. ഊണില്ല, ഉറക്കമില്ല. ഇവൻ എങ്ങനെയും ഒന്ന് ആലുവയിലെത്തിച്ചാൽ മതിയായിരുന്നു. അതിനവനൊന്ന് വന്നിട്ട് വേണ്ടേ? ഇവിടെ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരുന്നാൽ പോയവർ തിരിച്ചു വരുമോ? കുഞ്ഞാപ്പ ചോദിച്ചു. എടാ രഘുവേ, മതിയടാ, ഇനിയൊന്ന് എഴുന്നേക്കാൻ മേലെ നിനക്ക്. രഘു, സീത വരുവടാ, വരും. ഇന്നോ നാളെയോ വരും. അവൾ നമ്മളെ അടുത്ത് വരാണ്ടിരിക്കൂടാ. എന്താണ് പറയേണ്ടതെന്ന് നിശ്ചയമില്ലാതെ അവനെ സമാധാനിപ്പിക്കാനായി മാത്രം കുഞ്ഞമ്മ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നു. വരുമോ? സീത വരുമോ? രഘു ചോദിച്ചു. അവളെ തട്ടിക്കൊണ്ടുപോയ രാവണൻ ആരാണ്? അവളെ താമസിപ്പിച്ചിരിക്കുന്ന അശോകവനം എവിടെയാണ്? പറയൂ, എവിടെയാണ്? അതുവഴി കടന്നു വന്ന കോടക്കാറ്റിനോട് പോലും രഘു ചോദിച്ചു. പക്ഷേ അവളെവിടെയെന്ന് ആ കാറ്റിനും അറിയില്ലായിരുന്നു. അതോ അറിയാമായിരുന്നു? കാറ്റ് പറഞ്ഞ നിഗൂഢ രഹസ്യം കിട്ടിയിട്ടാണോ മരച്ചില്ലകൾ തലയാട്ടിയത്? അധ്യായം 28. മാണിച്ചേട്ടാ, ആ ചന്ദ്രൻ എവിടെ? അയാളെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ. ഒരു ദിവസം പൊന്നു ചോദിച്ചു. ശരിയാണ്, ചന്ദ്രൻ എവിടെ? മാണി ആലോചിച്ചു. സീതയെ കാണാതായിട്ട് 7 ദിവസമായി. എത്രയോ ആൾക്കാർ വന്നു, സങ്കടം പറഞ്ഞു, സമാധാനിപ്പിച്ചു. പക്ഷെ ചന്ദ്രൻ വന്നില്ല. ചന്ദ്രൻ മാത്രം. കവലയിലോ വഴിയിലോ എങ്ങും അയാളുടെ നിഴൽ പോലും കണ്ടിട്ടില്ല. അയാളവിടെ? മാണി ഓർത്തു. സീതയെ കാണാതായ അന്ന് പകൽ തമ്മിൽ കണ്ടതാണ്. ആറ്റരകിലെ കളത്തിൽ നിന്നവൻ തൻ്റെ അടുത്ത് വന്നു. ആഹ്ലാദവാനായിരുന്നു. ഇന്നെൻ്റെ പിറന്നാളാ, ശകലം പായസം വെക്കണേന്ന് അമ്മ പറഞ്ഞു. ഞാനതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. മാണിച്ചേട്ടനും തങ്കച്ചേച്ചിയും വൈകിട്ട് വരണേന്ന് അമ്മ പറഞ്ഞു. ആ വരാം. പായസം അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? താൻ ചോദിച്ചു. ചന്ദ്രൻ ചിരിച്ചു. അതൊക്കെ ചേട്ടൻ വാ, പറയാമെന്നേ. പിന്നെ ഇന്ന് കല്യാണക്കാര്യം തീരുമാനിക്കണമെന്നാ അമ്മ പറഞ്ഞു. കട്ടയ്ക്ക് ഇന്നലെ തീയിട്ട് മുട്ടി ഒന്തിക്കൊണ്ടിരിക്കുക. സന്ധ്യയ്ക്ക് മുൻപ് തീരും. ഞാനങ്ങ് വന്നേക്കാം. മറക്കല്ലേ ഏട്ടാ? വീണ്ടും വീണ്ടും ക്ഷണിച്ചു. പിന്നെ തെല്ല് സംശയത്തോടെ നിന്ന് ചോദിച്ചു. സീതയെ കൂടെ വിളിച്ചോട്ടെ? വിളിച്ചോടാ, ഏതായാലും നീ കയ്യേൽക്കാൻ പോവല്ലേ, വിളിച്ചോ. ഞാൻ അവൾക്ക് കൊടുക്കാൻ ഒരു ബ്ലൗസിൻ്റെ തുണി മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കൊടുത്തോട്ടെ? തനിക്ക് അതത്ര ഇഷ്ടമായില്ലെങ്കിലും സമ്മതിച്ചു. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. താൻ എത്ര മുണ്ടും ബ്ലൗസും ആരും അറിയാതെ പൊന്നുവിന് സമ്മതിച്ചിരിക്കുന്നു. അതുപോലെയല്ലേ ചന്ദ്രനും ആഗ്രഹം. പോകാൻ തിരിഞ്ഞപ്പോൾ ഒന്നുകൂടി അവൻ ഓർമ്മിപ്പിച്ചു. വരാതിരിക്കരുത്. ഞാൻ ഇന്നലെ ഒരു നല്ല സാധനം ടൗണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. സ്വയംഭം സാധനം. അമ്മ ഒരു കോഴിയും ശരിയാക്കുന്നുണ്ട്. പിന്നെ അവൻ എവിടെ പോയി? നന്നായി ഇരുട്ടുന്നവരെ താനും അമ്മയും കാത്തിരുന്നു. ചിലപ്പോഴൊക്കെ ലോഡ് കയറ്റാൻ ബേബിച്ചൻ മുതലാളി വിളിക്കാറുണ്ട്. തന്നെയും ചിലപ്പോൾ വിളിച്ചിട്ടുണ്ട്. പെട്ടെന്നായിരിക്കും കട്ടാവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും വരിക. അപ്പോൾ നിൽക്കുന്ന ആരാണെങ്കിലും അവരെ വിളിച്ച് മുതലാളി ഏർപ്പാട് ചെയ്യും. അങ്ങനെ കരുതി 10 മണിവരെ കാത്തു. പിന്നെ താൻ അമ്മയോടൊപ്പം പോന്നു. അവനെ തിരക്കി ഇറങ്ങുമായിരുന്നു. പക്ഷേ സന്ധ്യയ്ക്ക് കൂട്ടുകാരൊത്ത് ഇത്തിരി വാശിക്ക് ഷാപ്പിൽ കയറി കുടിച്ചു. വല്ലാതെ പൂസായി. തലനേരെ നിൽക്കാൻ വയ്യാതെ പാടുപെട്ടായിരുന്നു ഇരിപ്പ് തന്നെ. അതുകൊണ്ട് മടങ്ങി. പക്ഷെ ചന്ദ്രൻ എവിടെ പോയിരുന്നു എന്ന് മാത്രമല്ല, സീതയെക്കുറിച്ചറിയാൻ, ദുഃഖമന്വേഷിക്കാൻ ഈ നാട്ടിലുള്ളവർ ഒന്നടക്കം തൻ്റെ കുടിലെത്തി. ചന്ദ്രൻ മാത്രം വന്നില്ല. എന്തേ? മാണി അടുത്ത നിമിഷത്തിൽ തന്നെ ചന്ദ്രൻ്റെ വീട്ടിലേക്ക് കുതിച്ചു. ഉണ്ട്, വരാന്തയിൽ തന്നെ. വിളറി വേർത്ത് പ്രേതം കണക്കെ വരാന്തയിൽ ചന്ദ്രൻ. കുറേ ദിവസങ്ങൾ കൊണ്ടെന്ന് മാറ്റം. കണ്ണുകൾ കുഴിഞ്ഞ്, കവളൊട്ടി,
തോളിൽ തെളിഞ്ഞ്. ഒരാഴ്ച മുമ്പ് താൻ കണ്ട ചന്ദ്രനോ ഇത്? ചന്ദ്ര, മാണി വിളിച്ചു. അവൻ ചന്ദ്രനെ തുറിച്ചു നോക്കി. ചന്ദ്രനും തറച്ചു നിന്നു. ഒരു നിമിഷം പെട്ടെന്ന് മിഴികൾ മറഞ്ഞതും മുഖം തിരിച്ചവൻ വിങ്ങിപ്പൊട്ടിയത് ഒരുമിച്ചായിരുന്നു. മാണിയുടെ മനം കലങ്ങി. പാവം, ഇവന് വല്ലാതെ ദുഃഖം കാണും. കല്യാണം പറഞ്ഞിരുന്ന പെണ്ണ് സമയമായപ്പോൾ നഷ്ടപ്പെട്ടാൽ. കല്യാണം ഇറങ്ങി വന്നു കറുത്ത മുഖത്തോടെ. എടാ ചെറുക്ക, ഇവനീ ഇരിപ്പാണ്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഏതായാലും ഭാഗ്യത്തിന് കല്യാണം നടന്നിട്ടും പറ്റുമല്ലോ. അതന്നെ ഭാഗ്യല്ലേ. മാണിയെ തറച്ചു നോക്കി പുച്ഛത്തോടെ കല്യാണം തുറന്നു. ഇക്കണക്കിന് കല്യാണം നടന്നായിരുന്നെങ്കിലേ അവൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ അവൾ പോകത്തില്ലായിരുന്നു. അന്നേരം നീ പുല്ലുപോലെ കിളിക്കണ്ടായിരുന്നുടാ മരമണ്ട. തമ്മിൽ ഭേദം ഇപ്പോഴാ. നാട്ടിൽ വേറെ പെണ്ണില്ലാത്തതുപോലെ. കല്യാണിയുടെ മുഖം വല്ലാതെ കറുത്തു. തികഞ്ഞ അവജ്ഞതയും പുജ്ഞവുമായിരുന്നു ആ മുഖത്ത്. കണ്ടാലിത്തിരി വർക്കത്തുള്ള പെൺപിള്ളേർക്ക് തണ്ടുകൂടും. കാണുന്നവന്മാരൊക്കെ മോഹിക്കുകയും ചെയ്യും. ആ പോട്ടെ, പോകഞ്ഞ കൊള്ളി പുറത്ത്. എന്തായാലും നേരത്തെ അറിഞ്ഞത് നന്നായി. മറ്റവൻ്റെ കൂടെ എത്ര നാൾ കഴിഞ്ഞെന്ന് എങ്ങനെ അറിയും? ചേട്ടത്തി, മാണി രോക്ഷത്തോടെ വിളിച്ചു. അവൻ്റെ മിഴികൾ കത്തി. നീ എന്നാറ ചെറുക്കാനെ പേടിപ്പിക്കാൻ വരുന്നു? എന്നാ പിന്നെ നിന്റെ പെങ്ങളെ കെട്ടിയിടാൻ മേലായിരുന്നു. അവളിപ്പോഴെന്തിയെ? മാണിക്ക് ഉത്തരവില്ല. ദേഷ്യത്തോടെ ചവിട്ടിക്കുലുക്കി കല്യാണി അകത്തേക്ക് കയറിപ്പോയി. വന്നത് അബദ്ധമായി എന്ന് തന്നെ മാണി തെല്ലു നേരെ നോക്കി നിന്നു. പിന്നെ ചന്ദ്രനെ പോലും ശ്രദ്ധിക്കാതെ പുറത്തേക്കിറങ്ങി ധൃതിയിൽ നടന്നു. അതെ, എല്ലാവരും തന്നെ പഴിക്കുന്നു. സീതയെ പഴിക്കുന്നു. പുകഴ്ത്തി പറഞ്ഞിരുന്ന നാവുകളൊക്കെ എത്ര പെട്ടെന്ന് തള്ളിപ്പറയുകയും ചെയ്യുന്നു. ഉള്ളിൽ കനൽ കത്തിയെരിയുന്നു. എങ്കിലും മാണിയും പൊന്നവും കുഞ്ഞമ്മയും ഒക്കെ വീണ്ടും കളത്തിലേക്കിറങ്ങി പണി തുടങ്ങി. അല്ലെങ്കിൽ ശേഷിക്കുന്നവർ പട്ടിണിയാകില്ലേ? മാത്രമല്ല, സീസൺ തീരാറായി. മഴ അങ്ങിങ്ങായി ആരംഭിച്ചു കഴിഞ്ഞു. ഈയിടെയായിട്ട് മിക്ക ദിവസങ്ങളിലും സന്ധ്യയ്ക്ക് കനത്ത മഴയാണ്. കളത്തിലാകെ ഉണങ്ങിയ കട്ടകളിന്മേൽ പ്ലാസ്റ്റിക് വിരിപ്പിട്ടിരിക്കുകയാണ്. ഏകദേശം 25,000-ഓളം വരും. ഇനി 19,000 കട്ട കൂടി പിടിച്ചാൽ ചൂള കത്തിക്കാം. ഇതോടുകൂടി ഈ വർഷത്തെ പണി അവസാനിക്കും. പിന്നീടാണ് ബുദ്ധിമുട്ട്. മഴയും വെള്ളവും വെള്ളപ്പൊക്കവും ദുരിതവും. വല്ല സ്ഥലത്ത് 1-2 പണികൾ ചിലപ്പോൾ കിട്ടിയാലായി. ഇപ്പോൾ എത്ര രൂപ കയ്യിൽ കിട്ടിയാലും ദുരിതകാലത്തേക്കായി ആരും സമ്പാദിച്ചു വെക്കുന്നില്ല എന്നതാണ് സത്യം. ഉള്ളപ്പോൾ ഉള്ളതുപോലെ, ഇല്ലാത്തപ്പോഴോ മാണിയുടെ ചൂളയ്ക്ക് തീ കൊളുത്തി. രഘുവിൻ്റെയും ചന്ദ്രൻ്റെയും ചൂള ആറിക്കഴിഞ്ഞിരുന്നു. അവ രണ്ടും ആവശ്യക്കാർക്കായി പൊളിച്ചു തുടങ്ങി. ശിവൻപിള്ള നേതൃത്വം നൽകി. ചന്ദ്രനും തൻ്റെ കളത്തിലേക്ക് വന്നു തുടങ്ങി. ഉള്ളിൽ മറ്റൊരു ചൂള എരിഞ്ഞു കത്തുകയാണെന്ന് രഘുവിനും പതിയെ തൻ്റെ കളത്തിലിറങ്ങി. പഴയതുപോലെ മുന്നറിയിപ്പ് കട്ടതീരുന്നില്ല. പഴയ ചുറുചുറുക്കോ തൻ്റെ ഇടമോ തമാശയോ ഒന്നുമില്ല. വെറും ഒരു മരപ്പാവ. നഷ്ടസ്വപ്നവും പേറി എല്ലാ ഉത്സാഹങ്ങളും നഷ്ടമായിരിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. യാന്ത്രികമായി എന്തൊക്കെയോ ചെയ്യിക്കുന്നു. 3 കളങ്ങളിൽ രഘുവിൻ്റെ, മാണിയുടെ, ചന്ദ്രൻ്റെ. നഷ്ടപ്പെട്ട ഒരു വൾ 3 പേരുടെയും ഉത്സാഹത്തിൻ്റെ ഉറവിടമായിരുന്നു. ഇന്ന് 3 കളങ്ങളിലും നിശബ്ദത മൂടിക്കിടക്കുന്നു. 3 പേരുടെ ഉള്ളിലും തപ്ത നിശ്വാസങ്ങൾ. അവരോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റുള്ളവരിലും ആ ചൂട് നിശ്വാസങ്ങൾ പകർന്നു. ഇടയ്ക്കിടെ ശിവൻപിള്ളയുടെ സ്വരം മാത്രം കേൾക്കും. എന്താടാ വായ നോക്കി മിഴിച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് അടുക്കി വെക്കടാ. അതാരും അത്ര മുഖവിലക്കെടുത്തില്ലെന്ന് വരില്ല. എവിടെല്ലാമോ വലിഞ്ഞു മുറുകുന്നു, നീറുന്നു, പൊട്ടുന്നു. വേവിച്ച മുതലാളി പോലും ആ മൂകത വല്ലാതെ ബാധിച്ചിരിക്കുന്നു. പലപ്പോഴും കളത്തിലെത്തിയാലും പഴയതുപോലെ ചിരിക്കാനോ തമാശ പറയാനോ നിൽക്കാറില്ല. ഇടയ്ക്കിടെ കുഞ്ഞമ്മയുടെ ശബ്ദവും കേൾക്കാം. എടാ നീലാണ്ട, ഉണ്ടേലും നിന്റെ മടിയിൽ നിന്ന് ചവയ്ക്കാന്നാടാ. തൊണ്ടയിലും മുള്ളം പറ്റിയല്ലോ. മുറുക്കാനാണ് ചോദിക്കുന്നത്. രഘുവേ, കാപ്പിയുണ്ടോടാ നിന്റെ ഷെഡിൽ? സംസാരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചോദിച്ചാലും അവനിപ്പം മിണ്ടാറില്ല. ഓ, നീ മിണ്ടണ്ട, ഉണ്ടേലും ഞാനെടുത്തോളാം. ഇല്ലെങ്കിൽ നിന്റെ ആ സ്റ്റൗ ഒന്ന് കത്തിച്ചെന്നേ, ഞാനിത്തിരി കാപ്പി തിളപ്പിക്കാം. അപ്പോഴും രഘു മിണ്ടിയെന്ന് വരില്ല. വല്ലാത്തൊരാഘാതമാണ് അവന് ഏറ്റിരിക്കുന്നത്. ചിലപ്പോൾ അവൻ തനിച്ചിരുന്ന് പിറുപിറുക്കും, സീതയെന്ന് വിളിക്കും. ചിലപ്പോൾ കണ്ണീരൊഴുക്കി കുനിഞ്ഞിരിക്കും. മർദ്ദനമേറ്റ വാടുകളും ശരീരത്തെ നീരുമാറിക്കഴിഞ്ഞിരുന്നു. കൂട്ടുപണിക്കാർ നന്നായി ശുശ്രൂഷിച്ചു. പക്ഷെ അവൻ്റെ മനസ്സിലേറ്റ ആഘാതം എങ്ങനെ മാറ്റാനാവും? പോലീസ് ഇപ്പോഴും ഊർജിതമായി തന്നെ അന്വേഷിക്കുന്നുണ്ടത്രേ. പക്ഷേ ആഴ്ചകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണിട്ടും യാതൊരു വിവരവും യാതൊരു തെളിവും അവർക്ക് ലഭിച്ചില്ലെന്നതാണ് സത്യം. ഇനി രൂപ മുടക്കുവാനോ പിന്നാലെ നടന്ന് ഉഷാറാക്കുവാനോ മാണിക്ക് എവിടെ നിന്നാണ് രൂപ? അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തൻ്റെ പെങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ തന്നെ എല്ലാവരിൽ നിന്നും മാഞ്ഞു പോകുമെന്ന് അവന് മനസ്സിലായി. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. ഒരു ദിവസം 4 മണി കഴിഞ്ഞ സമയം. കളത്തിൽ ശൂന്യമായ ദൃഷ്ടികളോടെ രഘു വെറുതെ ഇരിക്കുകയായിരുന്നു.
പണിക്കാരൊക്കെ ഒട്ടുമിക്കാലും പോയി കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ പെയ്തു. പണി മുടങ്ങി. അതാണ് കാരണം. കളത്തിലെ ഇഷ്ടികയ്ക്ക് മുകളിൽ നിരനിരയായി പ്ലാസ്റ്റിക് വിരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മാണി കടന്നു വന്നത്. അവൻ രഘുവിൻ്റെ മുൻപിൽ നിന്നു. രഘു, മാണി പതിയെ വിളിച്ചു. രഘു അമ്പരന്നുപോയി. വരത്തൻ എന്ന് തന്നെ ആക്ഷേപിച്ച് വിളിച്ചിരുന്ന അതേ നാവിൽ നിന്ന് തൻ്റെ പേര് തിരുന്നു. ഞാൻ ക്ഷമ പറയാൻ വന്നതാണ്. മാണിയുടെ സ്വരം താണിരുന്നു. രഘു തറച്ചു നോക്കി. നീ തന്നെയാണ് സീതയെ തട്ടിയെടുത്തതെന്ന് കരുതിയാണ് ഞാൻ തല്ലിയത്, പോലീസിൽ പരാതിപ്പെട്ടത്. അതുകൊണ്ട്. പക്ഷെങ്കിൽ എനിക്ക് അബദ്ധം പറ്റി. അവർ രഘുവിനെ വല്ലാണ്ട് ഉപദ്രവിച്ചു. പിന്നെ തലോട് എന്നാണോ കരുതിയത്? രഘുവിന് പെട്ടെന്നുണ്ടായിരുന്ന വികാരം ദേഷ്യമാണ്. സീതയെ കൊണ്ടുപോയെന്നറിഞ്ഞപ്പോൾ മാണി നിർത്തി. സീതയെ കൊണ്ടുപോയത് രാവണനാണ്, രഘു പരിഹസിച്ചു. രഘുവിൻ്റെ പരിഹാസം മനസ്സിലാക്കിയെങ്കിലും മുഖവലക്കെടുക്കാതെ മാണി പറഞ്ഞു, ഞാൻ കാരണം നിനക്ക് വല്ലാതെ ഉപദ്രവിച്ചു. അതിനിപ്പം എന്താ വേണം? അല്ല, എനിക്കത് ഓർക്കുമ്പോൾ പ്രയാസം. എനിക്ക് എൻ്റെ പെങ്ങളും പോയി. ആ സങ്കടവും സഹിക്കാൻ മേല. മാണിയുടെ സ്വരം ഇടറി, കണ്ണുകളിൽ നനഞ്ഞു. എന്തിനു വിഷമിക്കുന്നിപ്പോഴ്? നിങ്ങളല്ലേ അവളെ കൊന്നത്? രഘു രോക്ഷത്തോടെ വിരൽ ചൂണ്ടി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ നോവലിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.